പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ ശേഷിക്കെ അവസാനഘട്ട പര്യടനത്തിലാണ് ഇടതു സ്ഥാനാർത്ഥികൾ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മധ്യകേരളത്തിലെ സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പര്യടനം ഊർജിതമാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. എറണാകുളം ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ എറണാകുളം നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. രാവിലെ 7 മണിയോടെ ആരംഭിച്ച പര്യടനം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ ഇന്നത്തെ പര്യടനം വൈപ്പിൻ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ രണ്ടാം ഘട്ട പര്യടനം ഒല്ലൂർ മണ്ഡലം കേന്ദ്രീകരിച്ചാണ്. രാവിലെ 7:30 മരോട്ടിച്ചാലിൽ നിന്നും ആരംഭിച്ച പര്യടനം വൈകിട്ട് ശാന്തിനഗറിൽ അവസാനിക്കും. UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ ഇന്നത്തെ പര്യടനവും ഒല്ലൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ്. അതേസമയം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഇന്നത്തെ പര്യടനം ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ്. രാവിലെ 7:40 ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച പര്യടനം വൈകിട്ടോടെ കാരൂരിൽ സമാപിക്കും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി AM ആരിഫ് അരൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചും UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ കായംകുളം നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുമാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. മാവേലിക്കര LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ ഇന്നത്തെ പര്യടനം പത്തനാപുരം നിയോജക മണ്ഡലത്തിലാണ്. അതേസമയം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലും പര്യടനം നടത്തുന്നു. ഇടുക്കി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ ഇന്നത്തെ പര്യടനം ഇടുക്കി നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പര്യടനം കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കോതമംഗലം നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വൈക്കം നിയോജക മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കടുത്തുരുത്തിയിലും പര്യടനം നടത്തി. മധ്യകേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.